വയനാട് കൽപ്പറ്റ സ്വദേശി സന്തോഷിനെയാണ് ഇന്ന് കയ്യൊപ്പിൽ നമ്മൾ പരിചയപ്പെടുന്നത്. ചിത്രകാരനായ ഇദ്ദേഹമാണ് പെയിന്റിങ്ങിലാണ് കൂടുതലായിട്ട് ചെയ്യുന്നത്. എന്നാൽ പേന കൊണ്ട് മനോഹരവും അർത്ഥപൂർണവുമായ ചിത്രങ്ങൾ വരയ്ക്കുന്നതിൽ വിദഗ്ധനുമാണ് അദ്ദേഹം. സന്തോഷിന്റെ പെയിന്റിങ്ങും വരകളും വിശേഷങ്ങളും പരിചയപ്പെടാം. ഞാൻ കൽപ്പറ്റ സ്വദേശി, കൽപ്പറ്റയ്ക്കടുത്ത വണ്ടിയാമ്പറ്റ സ്വദേശിയാണ്. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തന്നെ വരച്ചു തുടങ്ങിയിരുന്നു. ഞങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു വിജയൻ സാറുണ്ട് സ്കേഞ്ചൽ. മൂപ്പര് വരയ്ക്കുന്ന കണ്ടിട്ടാണ് ഞാൻ ആ ചിത്രകലയിലേക്ക് വരാനുള്ളൊരു താല്പര്യമുണ്ട്. എൻ്റെ നാടിനെക്കുറിച്ച് തന്നെ, ആ നാട്ടിലുണ്ടാകുന്ന മാറ്റങ്ങൾ, പിന്നെ പൊതുവെയുള്ള സാമൂഹിക പ്രശ്നങ്ങൾ, ഇതൊക്കെയാണ് എൻ്റെ ചിത്ര വരയിലുള്ള വിഷയങ്ങൾ. ഓയിൽ പെയിൻറ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സാമ്പത്തികമായിട്ട് കുറച്ച് കൂടുതൽ ബാധ്യത വരുന്നതാണ്. അപ്പം പെന്നാകുമ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ കൂടുതൽ പറയാൻ, പെട്ടെന്ന് ഒരു വിഷയത്തെ പറ്റി നമുക്ക് മനസ്സിൽ തോന്നുന്ന തന്നെ വരയ്ക്കാനും ഇതിൽ കൂടെ ജനങ്ങളിലേക്ക് എത്തിക്കാനും, ഡെയിലി ഉണ്ടാകുന്ന അങ്ങനെയുള്ള വാർത്തകളും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉൾപ്പെടുത്തി വരയ്ക്കാനുള്ള ഒരു പെട്ടെന്ന് ലഘുവായിട്ട് വരയ്ക്കാൻ പറ്റുന്ന ഒരു മാധ്യമം എന്നുള്ള നിലയ്ക്കാണ് പേനയിലേക്കാണ്. പേന വന്നപ്പോൾ കളർ ഒഴിവാക്കിയല്ല, രണ്ടും കൂടി കണ്ടു. ആദ്യം ഓരോ ചിത്രങ്ങളും മനസ്സിൽ തോന്നുന്ന ഓരോ സബ്ജക്റ്റുകളും ഇങ്ങനെ ഒരു നോട്ട് ബുക്കിൽ ഇങ്ങനെ ഓരോ ദിവസവും സ്കെച്ച് ചെയ്യും. അത് എല്ലാം കൂടി ഉൾപ്പെടുത്തി ഒരു ചിത്രമാക്കി മാറ്റുകയാണ്. ഓയിലായാലും വിഷയം, നമ്മൾ ഉപയോഗിക്കുന്ന വിഷയം എന്താണെന്നുള്ളതാണ്, അല്ലാണ്ട് മീഡിയ എന്തായാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ 2-3 എക്സിബിഷൻ കഴിഞ്ഞു. 4ാമത്തെ ലളിതകലയിൽ അടുത്ത കോഴിക്കോട് ഒരു ഗ്രൂപ്പ് എക്സിബിഷൻ വരുന്നുണ്ട്. ചെയ്യാനുള്ള പരിപാടിയിലാണ്. അതിൻ്റെ പെയിൻറ്റിങ്ങും വർക്കിലൊക്കെയാണ്. അത് അടുത്ത മാർച്ച് 12, 13, 14 ഉണ്ടാവും. അപ്പോൾ അവിടെ വരുന്നവർ നല്ല രീതിയിൽ പ്രതികരിക്കുകയും വാങ്ങാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. വയനാട്ടിൽ തന്നെ എക്സിബിഷൻ നടത്തിയപ്പോൾ ഒരു 3 ചിത്രം എൻ്റെ വിറ്റ്. ആ 3 ചിത്രം വിറ്റ് പോകുക എന്ന് വെച്ചാൽ വയനാടിനെ സംബന്ധിച്ച് വലിയൊരു കാര്യം തന്നെ. ഈ പ്രളയവും കാര്യങ്ങളൊക്കെ ഉള്ള ഈ സമയത്ത്, ഈ ദാരിദ്ര്യത്തിൻ്റെ ഈ സമയത്ത് 3 ചിത്രം വിറ്റ് പോയി എന്ന് പറഞ്ഞാൽ നല്ലൊരു വിൽപ്പന തന്നെയാണ്. അപ്പോൾ ഇവിടുന്ന് താഴോട്ട് കോഴിക്കോട്, എറണാകുളം അങ്ങോട്ടൊക്കെ പോകുക വെച്ചാൽ കൂടുതൽ കുറച്ചും കൂടി ചെയ്യാൻ കഴിയുന്നുള്ളതാണ് എൻ്റെ ധാരണ. സ്ഥിരമായിട്ട് സ്കെച്ച് ചെയ്യുക, അങ്ങനെ ഓരോന്ന് സ്കെച്ച് ചെയ്തുകൊണ്ടിരുന്നാലേ നമ്മൾ ആ ചിത്രത്തിൻ്റെ കൂടുതൽ നന്നായി വരാൻ പറ്റും.